നയൻതാരയുടെ ചെന്നൈയിലെ സ്റ്റുഡിയോയിലെത്തിയാണ് പേളിമണി അഭിമുഖമെടുത്തത്. നയൻതാരയുടെ അഭിമുഖം ചെയ്യുന്നതെന്നത് പേളിമണിയുടെ സ്വപ്നമായിരുന്നു. ഏറ്റവും ഉചിതമായ സമയത്ത് ഈ അവസരം പേളിമണിക്ക് ലഭിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പേളിക്കെതിരെ ക്യാൻസൽ ക്യാമ്പയിനുകളെ കുറച്ചുനാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് പേർ പേളിയുടെ സോഷ്യൽ മീഡിയ പേജ് അൺഫോളോ ചെയ്യുകയും ചെയ്തു. യൂട്യൂബ് ചാനൽ വ്യൂസ് കുത്തനെ കുറഞ്ഞു. ജന്തർ മന്തർ പ്രതിഷേധത്തിൽ വ്യക്തമാക്കിയ നിലപാട് എടുക്കാത്തതാണ് പേളിക്ക് വിനയായി മാറിയതും. ഇത്രയും വലിയ വിവാദം ഇതിന്റെ പേരിൽ ഉണ്ടാകുമെന്ന് പേളിമണി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പേളിയുടെ നിലനിൽപ്പിന് പ്രധാന ഘടകം സോഷ്യൽ മീഡിയയുടെ ജനസ്വീകൃതയാണ്. ഇതില്ലാതായാൽ പേളിമണി എന്ന ബ്രാൻഡ് ഇല്ലാതാകും. എന്നാൽ നയൻതാരയെ തന്റെ ഷോയിലേക്ക് അതിഥിയായി കൊണ്ടുവന്നത് പേളിയുടെ സ്മാർട്ട് മൂവ് ആണെന്നാണ് വിലയിരുത്തൽ. നയൻതാര മലയാളത്തിൽ അഭിമുഖം നൽകിയിട്ട് വർഷങ്ങളായി. ബോഡിഗാർഡിന്റെ റിലീസിന് സമയത്താണ് നടി അവസാനമായി മലയാളം മീഡിയകൾക്ക് അഭിമുഖം നൽകിയത്. ഇന്ന് നയൻതാര വീണ്ടും മലയാളത്തിൽ അഭിമുഖം നൽകേണ്ട ക്രെഡിറ്റ് പേളിമണിക്കാണ്. തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നടിയാണ് നയൻതാര. പൊതുവെ അഭിമുഖങ്ങളിലൊന്നും നയൻതാര അധികം പങ്കെടുക്കാറില്ല. പേളിമണിയുള്ള സൗഹൃദം നയൻതാരയ്ക്കുണ്ട്. ഈ അടുത്ത് ടോക്സിക് സിനിമയുടെ ഓഡിയോ ലോഞ്ച് വെച്ച് താൻ സിനിമാ പ്രൊമോഷനുകൾക്ക് വരാത്തതിനെക്കുറിച്ച് നയൻതാര സംസാരിക്കുകയും ചെയ്തു.